ദളവാപുരത്ത് മാംഗോ ഫെസ്റ്റിന് തുടക്കമായി. ദി ഫാം സ്റ്റോറിയുടെ നേതൃത്വത്തിലാണ് മാംഗോ ഫെസ്റ്റ് ആരംഭിച്ചത്. ഏദൻസ് ഫാമിൽ ഉൽപ്പാദിപ്പിച്ച 70-ലധികം വ്യത്യസ്ത മാമ്പഴങ്ങൾ പരിചയപ്പെടുവാനും മാവുകളുടെയും മറ്റു പഴച്ചെടികളുടെയും തൈകൾ, പച്ചക്കറി വിത്തുകൾ, ഫാം ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങാനും അവസരമൊരുക്കിക്കൊണ്ടാണ് ദളവാപുരം ദി ഫാം സ്റ്റോറിയിൽ മാംഗോ ഫെസ്റ്റ് ആരംഭിച്ചത്. മാംഗോ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. ഒരു ഭാഗ്യവതിയാണ്. ഒരുപാട് പേര് ബ്ലസ്സിയെ കണ്ടു പഠിക്കേണ്ടുന്നതാണ്. ബ്ലസ്സിയുടെ ഈ പ്രവർത്തനം തന്നെ നോക്കുമ്പോൾ അതൊരു മാതൃകയാണ് എന്ന് നമുക്ക് എടുത്തു കാണിക്കുവാൻ കഴിയും. അത്രയും താല്പര്യത്തോടുകൂടി ഈ കൃഷിയെ കാണുവാനും ഈ മാംഗോ തോട്ടം ഉൾപ്പെടെ സ്വന്തമായി തന്നെ അതൊക്കെ പാകം ചെയ്ത് അല്ലെങ്കിൽ അതിനെ വളർത്തിയെടുത്ത് കൂടുതൽ ഉൽപാദനം നടത്തുവാനും ഒക്കെ ബ്ലസ്സിക്ക് കഴിയുന്നു. അതിന്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ മുമ്പിൽ തന്നെ ഇരിക്കുകയാണ്. ഞാൻ തന്നെ ആലോചിച്ചത് എവിടുന്നാ കൊണ്ടുവന്നു. അപ്പൊ കൃഷിത്തോട്ടം ഉണ്ട് എന്നുള്ളത് ബ്ലസ്സി തന്നെ ചൂണ്ടിക്കാണിച്ചു. ഇവിടുത്തെ പലരും അവിടെ പോയതായിട്ട് മനസ്സിലാക്കി. എന്നെയും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വിളിച്ചതാണ്. സമയക്കുറവ് കൊണ്ടാണ് പലപ്പോഴും പോകുവാൻ സാധ്യമില്ലാത്തത്. നമുക്കറിയാം, പോകുന്ന സ്ഥലങ്ങളിൽ മാത്രം അത്യാവശ്യം കണ്ട് മടങ്ങുന്ന തരത്തിലേക്കാണ് ഞങ്ങളൊക്കെ പോകുന്നത്. തീർച്ചയായിട്ടും ഇത്രയും ബൃഹത്തായ നിലയിൽ ഇന്നൊരു മാംഗോ ഫെസ്റ്റ് സംഘടിപ്പിക്കുവാൻ മുൻകൈയെടുത്ത പ്രിയപ്പെട്ട ബ്ലസ്സിക്ക് സഹായികളായിട്ട് നിൽക്കുന്ന നമ്മുടെ മെൽഹാജ് ഉൾപ്പെടെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് അവാർഡ് ഏറ്റുവാങ്ങുവാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികമായി തന്നെ ഈ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് കർഷകരെയും സംരംഭകരെയും കൃഷി അനുബന്ധ മേഖലകളിലെ ഉദ്യോഗസ്ഥരെയും കുട്ടി കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. ബ്ലൈസി ജോർജ് സ്വാഗതം പറഞ്ഞു. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA, അഡ്വക്കേറ്റ് സബിത ബീഗം, പ്രിയൻ അലക്സ് റിബല്ലോ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ ഈ വർഷത്തെ ഒരു വ്യത്യസ്തതയാണെന്ന് പറഞ്ഞാൽ ചക്കരക്കുട്ടി മാവ് തന്നെ കായോടുകൂടിയുള്ള ചക്കരക്കുട്ടി മാവ് ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഇപ്പോൾ കായ്ച്ചു കിടക്കുന്ന റെഡ് ഐവറി, അപ്പോൾ അതിൻ്റെ തന്നെ പ്ലാന്റുകൾ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൂടുതൽ കായ്ച്ച പ്ലാന്റുകളാണുള്ളത്. അപ്പോൾ ആവശ്യക്കാരുടെ ഇതുകൊണ്ട് നമ്മൾ അത് നല്ല രീതിയിൽ ഒരു വർഷം എടുത്ത് തന്നെ അതിനെ എല്ലാ കവറുകളിലൊക്കെ ആക്കി കായോടുകൂടിയാണ് അവരെ സന്തോഷപ്പെടുത്താനായിട്ട് കായോടുകൂടി തന്നെയാണ് കൊടുക്കുന്നത്. നാംടോക്കുമായി ബനാന മാംഗോ ഇതിൻ്റെ എല്ലാം കായുള്ള തൈകൾ ഇവിടെ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.